ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നവരാഗമാലിക വർണ്ണത്തിൻ്റെ ചരണം മുതൽ പഠിക്കുകയാണ്. കാംബോജി രാഗത്തിൽ ഒരു താളവട്ടം ചരണ സാഹിത്യമാണ്. അതിനുശേഷം ഒരു താളവട്ടം ചരണസ്വരം യദുകുല കാംബോജി എന്നുള്ള രാഗത്തിലാണ്. നമ്മൾ ആദ്യം കാംബോജി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം വായിച്ച് അതിൻ്റെ സാഹിത്യം പഠിക്കുക. കാംബോജി രാഗത്തിൽ നമ്മൾ നേരത്തെ ഒരു ഗീതം പഠിച്ചതാണ്, മന്ദരധരരെ എന്നുള്ളത്. കാംബോജി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം വായിച്ചിട്ട് ഈ ചരണ സാഹിത്യം പഠിക്കാം. സരി ഗ മ പ ദ സ സ നി ദ പ മ ഗ രി സ. ഇതാണ് ആരോഹണം അവരോഹണം. അവരോഹണം വായിക്കുമ്പോൾ നീ ദാ മെറ്റിലും മാ ഗാ മെറ്റിലും വായിക്കാൻ ശ്രമിക്കുക. സ നി ദ. അതുപോലെ പ മ ഗ. ഇതിൻ്റെ ചരണം പദസരോജമുലനെ നമ്മിതി എന്നാണ് സാഹിത്യം. ഇതിലെ ആദ്യത്തെ 3 അക്ഷരം പ ദ സ എന്നുള്ളത് സ്വരാക്ഷരം എന്ന് പറയും. അതായത് സ്വരവും അക്ഷരവും ഒന്ന് തന്നെയാണ്. പ ദ സ നി 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 ദ പ. ഇതാണ് ലഘു. പ ദ സ രോ ജ. പ ദ സ. ആ സായെന്ന് വരിക. നീ നീ നി ദ പ. ഇത് ആദ്യത്തെ നീ സായെന്നും രണ്ടാമത്തെ നീ ദായെന്നും. നീ നീ. പിന്നെ നീ ദ പ. നീ നീ നി ദ പ. പ ദ സ നി 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 ദ പ. പിന്നെ ആദ്യത്തെ ധൃതം മ പ ദ നി ദ. ഒരു മീറ്റ്. നി ദ. മ പ ദ നി ദ. പിന്നെ പ നി ദ ദ. പ നി ദ ദ. പ നി ഒരു മീറ്റും ദാ ദ അവരോഹണം ജంట വരിശ ഒരു മീറ്റും. പ നി ദ ദ.
പിന്നെ പ പ മ ഗ മ പ നി ദ ദ പ പ മ ഗ മ. ഇതാണ് സാഹിത്യം. പദസരോജമുലനെ നമ്മിതി എന്നാണ് സാഹിത്യം. ഇതിൽ താളം വരുന്ന സ്ഥലം ശ്രദ്ധിക്കണം. പദ സ നി 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 ദ പ മ പദ നി ദ പ നി ദ ദ പ പ മ ഗ മ. ഒന്നുകൂടി. പദ സ രോ ജ മൂ നെ നമിതി പദ സ. ഒന്നുകൂടി വായിക്കാം. ഇതാണ് ചരണസാഹിത്യം കാമ്പോജി രാഗത്തിലുള്ളത്. ചരണസ്വരങ്ങളിൽ ആദ്യത്തെ സ്വരം യദുകുല കാമ്പോജി എന്നുള്ള രാഗത്തിലാണ്. യദുകുല കാമ്പോജി കാമ്പോജി രാഗം പോലെ തന്നെ ഹരികാമ്പോജിയുടെ ജന്യം തന്നെയാണ്. ഇതിൽ ആരോഹണത്തിൽ സരി ഗമ പദസ എന്ന് കാമ്പോജി വായിച്ചു നമ്മൾ. അതിന് പകരം സരി മപദസ എന്ന് വായിച്ചാൽ യദുകുല കാമ്പോജി ആവും. തിരിച്ചു വരുമ്പോൾ കാമ്പോജി തന്നെയാണ്, പക്ഷേ വായിക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സനി ദ പ മ ഗ രി സ. സനി ദ പ. കാമ്പോജി രാഗം വായിക്കുമ്പോൾ തള്ളുന്ന അത്രയും തള്ളരുത്. സനി ദ പ മ ഗ രി സ സരി മ പദ സ സനി ദ പ മ ഗ രി സ. ഇതാണ് യദുകുല കാമ്പോജി. ഈ രാഗത്തിലാണ് ആദ്യത്തെ ചരണസ്വരം. നമ്മളിപ്പോൾ സാഹിത്യം വായിച്ച് വന്ന് നിർത്തിയ സ്വരം മാ ആണ്. അപ്പോൾ യദുകുല കാമ്പോജിയിലുള്ള സ്വരം തുടങ്ങുന്നത് പാലാണ്. സാഹിത്യം ആറ് അക്ഷരമാണ് പ. പ മാ എന്ന് വരിക.
മഗരി. പായെന്ന് മാ, മായെന്ന് ഗ, ഗായെന്ന് റി. ഒന്നുകൂടി. പിന്നെ റീന്ന് ഗ, ഗരി. ഈ സാ മുതൽ 5 സ്വരം 3 അക്ഷരം വെച്ചിട്ടാണ് പോകുന്നത്. ഈ സാ മുതൽ സ, പ, ദ, സ, രി, സ, പ, ദ, സ, രി. പിന്നെ ഒരു മാ, ഒരു ഒറ്റ മാ. അപ്പോൾ 5, 3, 15 മാ ഒരക്ഷരം, 16 അക്ഷരം. ഈ 16 അക്ഷരമാണ് 2 ധൃതമായിട്ട് വായിക്കേണ്ടത്. ഒന്നുകൂടി പാടാം. പ, മ, ഗരി, ഗരി, സ, പ, ദ, സ, രി, മ, പ, ദ, സ. യദുകുല കാംബോജിൽ വായിക്കുന്ന സമയത്ത് ഒരു സ്വരത്തിൽ നിന്ന് വേറെ സ്വരത്തിലേക്ക് പോകുമ്പോൾ സോഫ്റ്റായിട്ട് പോകണം. സ, പ, ആ സായിന്നാണ് പാലേക്ക് പോവുക. സാ നമ്മൾ ആദ്യത്തെ കമ്പിയിൽ വായിച്ച് കഴിഞ്ഞിട്ട് പാ രണ്ടാമത്തെ കമ്പിയിൽ വായിക്കുമ്പോൾ രണ്ടാമത്തെ കമ്പിയിൽ സായിന്ന് പാലേക്ക് പോകണം. ആ പായെന്ന് ദാലേക്ക് വരണം. ദ, അതും സോഫ്റ്റായിട്ട് തള്ളണം, ഒരുപാട് തള്ളരുത്. കാംബോജിൽ തള്ളുന്ന പോലെ അല്ല യദുകുല കാംബോജിൽ തള്ളുന്നത്. ദ, അതുപോലെ ദായിന്ന് സാലേക്ക്. റീ, ആ റീയും സായിന്ന് വരണം. സാരീരി എന്ന് കേൾക്കും. ഇങ്ങനെയാണ് യദുകുല കാംബോജി സ്വരങ്ങൾ വളരെ സൂക്ഷിച്ച് വായിക്കേണ്ടത്. ഒന്നുകൂടി പറയാം. പ, മ, ഗരി, ഗരി, സ, പ, ദ, സ, രി, മ, പ, ദ, സ. സാഹിത്യം വായിച്ചിട്ട് പിന്നെ ആദ്യത്തെ സ്വരം വായിച്ചിട്ട് പിന്നെ സാഹിത്യം കൂടി വായിച്ച് നിർത്താം. അപ്പോൾ ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കി അതുപോലെ വായിക്കാൻ ശ്രമിക്കുക. താളം ഇടേണ്ട സ്ഥലവും കാംബോജിയും യദുകുല കാംബോജി തമ്മിലുള്ള വ്യത്യാസവും.
ഇതാണ് നവരാഗമാലിക വർണ്ണത്തിൻ്റെ ചരണ സാഹിത്യവും ആദ്യത്തെ ചരണസ്വരവും. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ 6 രാഗം ഇപ്പോൾ ആയിട്ടുണ്ട്. അതായത് പല്ലവി 2 താളവട്ടം കേദാരം, അനുപല്ലവി 2 താളവട്ടം ശങ്കരാഭരണം, ചിട്ടസ്വരം 2 താളവട്ടം കല്യാണി, 2 താളവട്ടം ബേഗഡ. ഇപ്പം നമ്മൾ പഠിച്ച ചരണ സാഹിത്യം കാംബോജിലും ആദ്യത്തെ ചരണസ്വരം യദുകുല കാംബോജി. ഇനി അടുത്തൊരു 3 രാഗങ്ങളിൽ 3 ചിട്ടസ്വരങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.